ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കാനായിക്കാനം വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ്. ഈ സ്ഥലം ഏതാണ്ട് പയ്യന്നൂരിനടുത്തായിട്ട് വരും. പ്രകൃതിയും കാടും പച്ചപ്പൊന്നും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അതുപോലെ മഴക്കാലമായാൽ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ലേ. കാനായിക്കാനം സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈം ജൂൺ ജൂലൈ മാസമാണ്. കാനായിക്കാനം ലൊക്കേഷനിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രിയിലേക്ക് കടക്കുമ്പോഴേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ഒരു ചെറിയ അരുവിയുണ്ട്, അത് കടന്നു വേണം നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ. ആ അരുവിയാണ് വലിയ വെള്ളച്ചാട്ടമായി ഇവിടെ മാറിയിരിക്കുന്നത്. വള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു വഴി. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിതിലെ നടക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ടാൾ വീഴാൻ പോയി കേട്ടോ. നേച്ചർ ലവേഴ്സിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ വള്ളികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ വഴിയിൽ കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി. ഒടുവിൽ നമ്മളിത് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്ത പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഒക്കെ ശരിക്കും മാറിയെന്ന് മനസ്സിലായി. കാരണം ഏത് ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. കിട്ടുന്ന ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ ഇപ്പോൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇതും കൊറോണ കാലത്ത് വൈറലായ ഒരു സ്പോട്ട് തന്നെയാണ്. ആ ചെറിയ വെള്ളച്ചാട്ടം കഴിഞ്ഞ് താഴോട്ടിറങ്ങിയാൽ അതിലും മനോഹരമായൊരു വെള്ളക്കെട്ട് മുകളിൽ കണ്ടിട്ട് ഞാൻ കരുതി ഇത് ഇത്രയേ ഉള്ളൂ എന്ന്. താഴേക്ക് നടന്നപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലായി. വെള്ളത്തിലിറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഏറ്റവും നല്ല സ്പോട്ടാണ് കേട്ടോ ഇത്. ഈ ഏരിയയിലാണ് കേട്ടോ അത്യാവശ്യം നീന്താനൊക്കെ സ്പേസ് ഉള്ളത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവിടുത്തെ ലൊക്കേഷൻ ആഡ് ചെയ്യാം കേട്ടോ.